നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, 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 എല്ലാം കരിഞ്ഞു പോയല്ലോ. എങ്ങനെ അവരുടെ മുന്നിൽ വിളമ്പും? ഇതെന്താടി ഇവിടെ സദ്യ വല്ലതും നടക്കുന്നുണ്ടോ? എടി, എന്തിനാ ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അല്ല മുത്തശ്ശി, ഞാൻ അത് ഈ കുടുംബത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അറിയോ നിനക്ക്? ഉള്ള സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ ദൂർത്തടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? ഇതെന്താ, നീ ഇന്നുവരെ കാണാത്ത നിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പിറന്നാളോ മറ്റോ ആണോ? അതിപ്പോ നിനക്ക് പ്രത്യേകിച്ച് തീയതിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 365 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. അങ്ങനെയുള്ള പിറവിയല്ലേ. മുത്തശ്ശി, എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതിയ ഞാൻ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ അടുക്കളയിൽ കയറുന്നതോ നിന്റെ കൈകൊണ്ട് എന്തെങ്കിലും വെക്കുന്നതോ എനിക്ക് കണ്ടുകൂടാ. അപ്പോഴാ സദ്യവട്ട ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പുറത്തെടുത്തോണ്ട് പോയി കളഞ്ഞാലുണ്ടല്ലോ. വന്നല്ലേ അവളുടെ പൂങ്കണ്ണീര്. ഇനിയിപ്പൊ ദേവനാരായണനും ആ യശോദയും വരുമ്പോ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഞാൻ എന്തോ അപരാധം ചെയ്തെന്ന് അവരൊക്കെ വിശ്വസിച്ചോളും. മുത്തശ്ശി, ഞാൻ ആരോടൊന്നും പറയില്ല. അയ്യേ, അത് വലിയ പുണ്യായിപ്പോയി. അല്ലെങ്കിൽ നീ പറയുന്നത് പേടിച്ചാണല്ലോ ഞാനിവിടെ കഴിയുന്നത്. നോക്ക്, ഇനി മുതൽ എന്താ പാകം ചെയ്യേണ്ടതെന്ന് യശോദ പറയും. നിന്റെ ഇഷ്ടത്തിന് നീ ഒന്നും ചെയ്യണ്ട. നിന്റെ തൊള്ളയും തന്റെ സമ്പാദിച്ചതൊന്നും ഇവിടെ കൂട്ടിയിട്ടിട്ടില്ല. ആരാടി ഫോണില്? നിന്നോട് ആരാ പറഞ്ഞ ഫോൺ എടുക്കാൻ? അത് പ്രിയ. വേണ്ട വേണ്ട, അങ്ങനെ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഫോണിന് എന്താണ്? എവിടുന്നെങ്കിലും ഏതെങ്കിലും ചെക്കന്മാര് വിളിക്കുന്നതായിരിക്കുമല്ലോ. അതാ ഇങ്ങനെ കയ്യിന്ന് മാറ്റാതെ കൊണ്ടു നടക്കുന്നേ. മുത്തശ്ശി, എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. നീ അങ്ങനെയൊക്കെ പറയും. നിന്നെ പ്രസവിച്ചവളുണ്ടല്ലോ, അവളോട് ചോദിച്ചാലും പറയും ആണുങ്ങളുമായി യാതൊരു സമ്പർക്കവും ഇല്ലെന്ന്. പക്ഷെ വയറ്റിൽ നീ ഉണ്ടായി. പെറ്റ് വലിച്ചെറിയുകയും ചെയ്തു. എന്റെ നാവ് ചൊറിയുന്നുണ്ട്. നീ ഇതുപോലെ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാലുണ്ടല്ലോ അരിഞ്ഞുകളയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.